വാർത്തകൾ വിശദമായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. പ്രാഥമിക അനുമതി റദ്ദാക്കി ഹൈക്കോടതി. അനുമതി കാര്യമായ പഠനം നടത്താതെയെന്ന് ഡിവിഷൻ ബെഞ്ച്. വിശദമായി പഠനം നടത്തി സർക്കാരിന് തീരുമാനിക്കാമെന്ന് കോടതി. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറിയിലാണ് സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അനുമതി കാര്യമായ പഠനം നടത്താതെ എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തൽ. വിശദമായി പഠനം നടത്തി സർക്കാരിന് തീരുമാനിക്കാമെന്നും കോടതി പറയുന്നുണ്ട്. ബ്രൂവറിയിലാണ് സർക്കാരിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പ്രാഥമിക അനുമതി റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എലപ്പള്ളി ബ്രൂവറിൽ സർക്കാരിന് ഇപ്പോൾ തിരിച്ചടി ആയിരിക്കുകയാണ്. പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, പാലക്കാടുള്ള എലപ്പുള്ളി പഞ്ചായത്തിലാണ് ഒയാസിസ് എന്ന് പറയുന്ന വൻകിട മദ്യനിർമ്മാണ കമ്പനിക്ക് ഈ ഒരു മദ്യനിർമ്മാണശാല നിർമ്മിക്കാനുള്ള അനുമതി സർക്കാർ നൽകിയത്. ആ പ്രാഥമിക അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ തന്നെ ചില അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളും നാട്ടുകാരും അടക്കമുള്ളവർ നൽകിയ ഒരു കൂട്ടം ഹർജികളാണ് ഇന്ന് പരിഗണിച്ചത്. ആ ഹർജികളിൽ ജസ്റ്റിസ് സതീഷ് നൈനാനാണ് ഇപ്പോൾ ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വേണ്ടത്ര പഠനം നടത്താതെ, അതായത് കൃത്യമായ ഒരു ആധികാരികമായ പഠനം നടത്താതെയാണ് ഈ പ്രാഥമിക അനുമതി സർക്കാർ നൽകിയത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഈ അനുമതി റദ്ദാക്കിയിരിക്കുന്നത്. കൃത്യമായ പഠനമോ കാര്യമായ അപഗ്രഥനമോ നടത്താതെ തിടുക്കപ്പെട്ടാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതുമാത്രമല്ല, വിശദമായ പഠനം നടത്തണം എന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വിശദമായ പാരിസ്ഥിതിക ആഘാതങ്ങളെ കുറിച്ച് അടക്കമുള്ള പഠനം നടത്തിയതിനു ശേഷം അനുമതി നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാരിന് വീണ്ടും തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഭൂഗർഭജലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിർമ്മാണം നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇത്തരത്തിലുള്ള ബ്രൂവറികൾ. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു വെള്ളമാണ് എന്നിരിക്കെ ഇത്തരത്തിൽ പാലക്കാടിൻ്റെ തന്നെ ഈ എലപ്പുള്ളി ഭാഗമെല്ലാം പൊതുവെ വേനലിൽ രൂക്ഷമായ വരൾച്ച അനുഭവപ്പെടുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഭൂഗർഭജലം എടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് അനുമതി നൽകിയാൽ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നാണ് നാട്ടുകാരുടെ ഏറ്റവും വലിയ ആശങ്കയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. 26 ഏക്കർ സ്ഥലമാണ് എലപ്പുള്ളിയിൽ ഈ ബ്രൂവറിക്കായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനായി അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അനുമതി നൽകിയ ശേഷം അവിടെ JCB അടക്കം നിർമ്മാണത്തിനായി എത്തിയ നിർമ്മാണ ആളുകളെ ഈ അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ തടഞ്ഞിരുന്നു. അതിനുശേഷം മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ ഇതിൽ ഒരു വിശദീകരണ യോഗം നടത്തിയിരുന്നു. അതായത് മഴക്കാലത്ത് ആവശ്യമായ വെള്ളം നമ്മൾ സംഭരിക്കും, അത്തരത്തിൽ കിണർ റീചാർജിങ് പോലുള്ളവ ചെയ്യും, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കും, അങ്ങനെ ഈ ഒരു ജലക്ഷാമത്തെ മറികടക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഈ പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചുകൊണ്ട് വരൾച്ചയ്ക്ക് സാധ്യതയുള്ള ജലദൗർലഭ്യം നേരിടുന്നൊരു പ്രദേശമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ അവിടെ ഒരിക്കലും ഒട്ടും ഫീസിബിൾ അല്ല, ഒട്ടും അനുയോജ്യമല്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ബ്രൂവറിക്കായി ഈ ഒരു സ്ഥലം അവിടെ കാര്യമായിട്ടുള്ള പഠനം നടത്തണം, കൂടുതൽ വിശദമായ അതായത് സയന്റിഫിക് ആയിട്ടുള്ള അടിത്തറയുള്ള പഠനം നടത്തണം എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വളരെ തിടുക്കപ്പെട്ടാണ് ഈ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ഈ ഒരു നിർമ്മാണത്തിന് അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതും കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ തീരുമാനം നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. അതായത് ചട്ടപ്രകാരം ഇത്ര സമയം കൊണ്ട് ഇത്ര പഠനം നടത്തിക്കൊണ്ട് ഈ ഒരു അനുമതി നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ ഒരു തിടുക്കം എന്നുള്ളതും കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ പഠനം നടത്താതെ സർക്കാരിൻ്റെ ചട്ടവിരുദ്ധമായിക്കൊണ്ട് വളരെ തിടുക്കത്തിൽ സംശയാസ്പദമായ രീതിയിൽ തിടുക്കപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു അനുമതി നൽകിയിരിക്കുന്നത്. അത് പാടില്ല. ചട്ടപ്രകാരം മാത്രമേ ഈ ഒരു അനുമതി നൽകാൻ സമ്മതിക്കുകയുള്ളൂ എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അതായത് 2025 ജനുവരിയിലാണ് ഈ പ്രാഥമിക അനുമതി ലഭിക്കുന്നത്. അതിനുശേഷം നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ ഹർജികൾ എത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അവിടെ വിശദമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പഠനം അടക്കം നടത്തിയ ശേഷം അനുയോജ്യമാണെങ്കിൽ മാത്രം ഈ ഒരു അനുമതി നൽകുന്നതിനെ കുറിച്ച് പുനരാലോചിക്കാം എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്.